സ്റ്റീലെ ബ്രെയിൻ ഡോട്ടാണ്. പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അടിക്കാൻ പോണ ഒറിജിനൽ സ്റ്റീലെ ബ്രെയിൻ ഡോട്ടാണ്. നമ്മൾ ഫ്യൂസ് മെഷീൻ ഇങ്ങനത്തെ സാധനം കൊണ്ടിടാനുണ്ട്. കാരണം ഇവൻ കണ്ട ഫ്യൂസ് മെഷീൻ ഇട്ടുകൊണ്ട് ഇവന് ഇതുകൊണ്ട് അവിടെ കിടക്കുന്ന ആ സാധനമാണ് കിട്ടിയത്. നമുക്ക് റീബർത്തും ചെയ്യണം ഗൈസ്. നമുക്ക് കുറേ റീബർത്ത് ചെയ്ത് നമുക്ക് 3 ഫ്ലോർ ആക്കണം. പിന്നെ ഗൈസ് പിന്നെ നമുക്ക് ബ്രെയിൻ ഡോട്ട് ഗോഡായ ത്രലല ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് മറ്റേ ഇതുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അതാണ്ടേ അത് കൊണ്ടുവന്ന് ഞാൻ ത്രലല ഇട്ടിട്ടുണ്ട്. എല്ലാവരും വന്ന് ഫ്യൂസ് മെഷീനിൽ ഓരോരോ സാധനം കൊണ്ടിടാണ്. എനിക്ക് അന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഫുള്ള് നുബീനി പിസനീനില്ലേ ഫ്യൂസ് മെഷീൻ ഇട്ട് നമുക്ക് വല്ല കിട്ടുമെന്ന്. പക്ഷേ അതൊക്കെ പോയി. ഇപ്പം നുബീനി പിസനി ഞാൻ റയർ അല്ല, അതുകൊണ്ട് 2 പോകണം. ആണ്ടേ ലീലാലാല ലൂലാല, ലീലാലാല ലൂലാലാന്ന് വേറെ പറഞ്ഞ് തെറ്റിപ്പോയി. നമുക്ക് പോവല്ലേ 13K. എൻ്റെ ഉമ്മ 13K സാധനമാണ് ഗൈസ് അത് പോയത്. അതിട്ട് നമുക്ക് എന്തായാലും വലിയ ഐറ്റം കിട്ടുമായിരുന്നു ഗൈസ്. 13Kതാണ് ഗൈസ് പോയത്. 13K. ഇനി അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 13K ഐറ്റമാണ് ഗൈസ് പോയത്. 13K. എൻ്റെ ബേസ് ലോക്കാക്കട്ടെ. അയ്യോ എൻ്റെ ബേസ് പൂടാ തണ്ടേ. അയ്യോ ഞാൻ അറിയണം ന്യൂബീനി പിസനി. അയ്യോ അത് അവനാണ് വാങ്ങിയത്. ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിയത്. അയ്യോ സ്റ്റീൽ ചെയ്തില്ല. അടി ഗൈസ് പെട്ട്. ഇവൻ്റെ പേരെന്താ? JU എന്ന്. ഇവൻ്റെ ഒരു ജെം ചീസുണ്ട്. അത് അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് നമ്മൾ സ്റ്റീൽ ചെയ്യോ? എടാ മറ്റേ ഈ സാധനം നെക്കിയിട്ട് ഇറങ്ങി പോടാ. എൻ്റെ പൈസ ഞാൻ തുറക്കൂല. വേണമെങ്കിൽ ഇറങ്ങി പോയാൽ മതി. എടാ കപ്പുച്ചീന ബലറിനല്ല, കപ്പുച്ചീന അസസീന. കിട്ടി. ബേസിലോട്ട് ഓടിപ്പോടാ. അതാണ് സ്റ്റീൽ ചെയ്തോണ്ട് പോണേ. ബേസിലോട്ട് ഓടിപ്പോടാ. ഞാനിപ്പോൾ ബേസ് ഓപ്പൺ ആക്കി തരാം. ഓടിപ്പോയി ഗൈസ്. എന്തായാലും നമുക്ക് ഇത് കൊണ്ടിട്ടിട്ട് ഫ്യൂസ് മെഷീനിൻ്റെ എത്ര സമയം എടുക്കുമെന്ന് നോക്കാം ഇതാവാൻ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരണ്ട, ഇപ്പം തന്നെ ചെയ്യാം. ഫ്യൂസ് മെഷീൻ നമുക്ക് 2 നല്ല സാധനമായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് 25%ഒക്കെ കിട്ടിയാൽ ഞാൻ തലകുത്തി പറയും. എൻ്റെ സീക്രട്ട് ഉണ്ടായിരുന്നു ഡുൾ. അത് ഞാൻ സ്റ്റീൽ ചെയ്തതാണ്. പക്ഷേ അവൻ കൊണ്ടുപോയി. ഒരിടത്തും കൊണ്ടുപോയി. ഞാനില്ല, ഫ്യൂസ് മെഷീൻ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഇതാണ്ട് ഒരു 70 ബില്യൺ കൊടുത്ത് വാങ്ങേണ്ട എന്തെങ്കിലും സാധനം കിട്ടുമായിരുന്നു. 70 ഇല്ല 400 ബില്യനാ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് സാധനം കിട്ടുമായിരുന്നു സീക്രട്ട് ഇട്ടാൽ. അപ്പം ഞാൻ അതിട്ടതും ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ പറ്റൂരാന്ന്. ഞാൻ ബേസ് ഓപ്പൺ ആയില്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി സ്റ്റീൽ ചെയ്തുകൊണ്ടുപോയി. എന്തോ കപ്പുച്ചിനെ വാല് വെച്ച് ഞാൻ നിന്നെ കൊല്ലോടി. കപ്പുച്ചിനെ വാള് വെച്ച് ഞാൻ അവളെ കൊന്നു. പക്ഷെ ഞാൻ ഇതെങ്ങോട്ടാണ് ഗൈസ്? ക്യാഷ് ഉണ്ടോന്ന് നോക്കട്ടെ. ഇതിൽ 27 അല്ലേ? ഇല്ലല്ലോ, 17. അപ്പോൾ ഏതൊരു ഗൈസ്, അപ്പോൾ ഏതൊരാൾ
നമ്മളടുത്ത് നമ്മളെ ഷോർട്സിൽ ഒരാൾ ഒന്ന് ഹായ് ഇട്ടിരുന്നു. അപ്പോൾ ഹായ്. എടാ എൻ്റെ ബേസ് ലോക്കാണില്ല. ആ നമ്മളെ വീഡിയോയിൽ അയാൾ മാത്രമേ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. ആ ആൾക്കാർക്ക് മാത്രമേ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. വേറെ ആരും നമ്മളെ വീഡിയോ കമൻറ്റ് ഇടൂല. നമ്മൾ എന്തായാലും ഇങ്ങനെ തുള്ളി 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 20 മിനിറ്റാ. ഗൈസ് ഇത് എന്തരാണ്? 27 മിനിറ്റാ. 27 മിനിറ്റാ. എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് ഈ ഫ്യൂസ് തുറക്കാൻ പറ്റും. വല്ല പണക്കാരും ഒന്നിരുന്നെങ്കിൽ നമുക്ക് വലിയ വലിയ സാധനം സ്റ്റീലായിരുന്നു. അയ്യോ എൻ്റെ പൈസ ഇപ്പോൾ ഓപ്പൺ ആവുമേ. ആരും എടുക്കല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കില്ലേ റീബർത്ത് ചെയ്യാം. പണം പോട്ടെ പവർ ഇട്ടെ റീബർത്ത് ചെയ്യാം. അയ്യോ തൃപ്പിയും ഗ്യാസ് ഫുത്തേറയും വേണം. തൃപ്പി പോലെ കിട്ടി 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 കിട്ടി. ഗ്യാങ്സർ ഫുത്തേറേനെ എപ്പോൾ കിട്ടും? മറ്റന്നായ ഇവൻ്റെ ഉണ്ടാ? ഇവൻ്റെ അതില്ല. പക്ഷേ എനിക്ക് ആ സീക്രട്ട് വേണം. ഞാൻ സ്റ്റീൽ ചെയ്തിരിക്കുന്നു. നോക്കിയോ അടിക്കണെന്ന് ഞാൻ വരെ ചെയ്താ. ഇതെന്നാലിത് ഗ്യാങ്സർ ഫുത്തേറ എന്ത് വരാത്ത? ഗ്യാങ്സർ ഫുത്തേറ വരണില്ല ഗൈസ്. ഗ്യാങ്സർ ഫുത്തേറ വരണില്ല. നമുക്ക് ബ്രെയിൻ ഡോട്ട് ഗോഡ് എടുത്താലാ? സീക്രട്ട് എടുക്കാം. പക്ഷേ നമ്മളെ ഒരു സാധനവും ഇല്ല. ഗ്യാങ്സർ ഫുത്തേറ എവിടെ? മോഡാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാത്തിരിക്കണ്ടായിരുന്നു. ഞാൻ ചുമ്മാ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. നമ്മളതിന് ഇതിരി വലിയ ആളാവും. ഇതെന്തര്? 1 2 3 4 നുബിന് പിസനിനിയാ. നുബിന് പിസനിന് കൊള്ളൂല. തരല്ലേ ഗൈസ്. നമ്മൾ പെട്ടു. പിന്നെ എടാ ലെഫ്റ്റായി മോനെ സെറ്റ് ഐറ്റം. ലക്കി ബ്ലോക്ക് തോന്നിച്ച് കിട്ടിയതാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സൈലൻ്റ് ആയിപ്പോയി. കിട്ടി ഗൈസ്, കിട്ടി. കിട്ടി 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 കിട്ടി. ഗ്യാങ്സ്റ്റർ ഫുത്തേറ 2 ഓ 2 ഗ്യാങ്സ്റ്റർ ഫുത്തേറ റീബർത്തേമ്പ. അടുത്ത തേനീച്ചര കിട്ടും. അതുകൊണ്ട് അവന് ലെഫ്റ്റായ. ഇനി ഇവിടെ പുതിയ എടുത്തേ. പക്ഷേ ഒന്നുമില്ല, വെറുതെ അടിച്ചിട്ട്. ഇത് മറ്റന്നാ. ഇതെന്തരാണ്? പെട്ടെന്ന് 1x ക്യാഷാണ്. റീബർത്ത് ചെയ്യുമ്പോൾ എത്ര? 1 റീബർത്ത്. എടാ ഫ്യൂസ് മെഷീൻ ഇട്ടിരുന്ന് നമ്മൾ ആ ഐറ്റമും പോയാ. ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് ചെയ്യൂലായിരുന്നു. 2 ഫ്ലോർ ആയില്ലേ? പിന്നെ ഞാൻ എന്തിനാണ് ചെയ്ത? അടുത്തതിന് എന്തിനാണ്? അടുത്തതിന് 1.5 മില്യൺ വേണം. പത്തപ്പിം തള്ളല്ലോ. എനിക്ക് തോന്നുന്നു ഇവൻ റീബർത്ത് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണേ.
പത്തപ്പിം പത്തപ്പിം വാങ്ങിക്കാൻ പൈസ ഇല്ല പത്തപ്പിം വാങ്ങിക്കാൻ പൈസ ഇല്ല പത്തപ്പിം വാങ്ങിക്കാൻ പൈസ ഇല്ല. എടാ അടിച്ചിട, ആരെങ്കിലും ഒന്ന് അടിച്ചിട. എൻ്റെ അമ്മച്ചി, എനിക്ക് പേടി. എൻ്റെ മോനെ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ലെഫ്റ്റായി. കഴിവ് നമ്മൾ അടിക്കണ്ടായിരുന്നു, അടിച്ചുകൊണ്ട് അവൻ പേടിച്ചു പോയി. ഷേ, ലെജൻഡറി വാങ്ങിക്കാൻ പറ്റുമെന്തോ എനിക്ക്. ലെജൻഡറി എന്തായാലും സ്പോണാവാം. പൈസ വെറുതെ കളഞ്ഞ്. അതിന് 5K ആയിരുന്നു, ഇപ്പം എൻ്റെ 1K പോയില്ലേ. നമുക്കില്ലേ ഇവൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കാം. ഇത് ലെജൻഡറി ആണ്, 35K. നമുക്കെന്തായാലും പറ്റൂല. നമുക്കില്ലേ ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും നല്ല സാധനം സ്റ്റീൽ ചെയ്യാം. നുബീനെ ബിസനീനാ ലോക്കെ തന്നെ അടിച്ചു കൊല്ലും. ആ നുബീനെ ബിസനീനുള്ള അവൾ ഇറങ്ങിപ്പോയി. കിട്ടി. സഹൂർ അന്ന് ഇനി ടാറ്റാ ബൊണേക്കാമ്പലബു. യെസ്, ബൊണേക്കാമ്പളബു ഞാൻ എടുത്തോണ്ട് പോണേതാണ്ട്. കിട്ടിയേ ബൊണേക്കാമ്പളബു. സഹൂർ മിത്തിക്കായിരുന്നു, പക്ഷെ അതെടുക്കാനുള്ളതായിരുന്നു. ബൊണേക്കാമ്പലബു എന്തായാലും കിട്ടി. ബൊണേക്കാമ്പളബു ഒന്ന് താണ്ടെ. ഇവിടെ എന്തെങ്കിലും ഇവിടെ 15 കയറി ഇതുണ്ട്. എൻ്റെ ഉമ്മ പെട്ട്. നമുക്കില്ലേ ലെഫ്റ്റായിട്ട് ആരെങ്കിലും സ്റ്റീൽ ചെയ്യാൻ നോക്കാം. ഗൈസ്, PVP ഗൈസ്, PVP ആണ്. കിട്ടി. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ജയിക്കും. ഞാൻ ജയിക്കും. റംസു ജയിക്കും. എൻ്റെ പേര് തന്നെ പറഞ്ഞ് ജയിക്കും. ജയിച്ച ഉടനെ തന്നെ ലെഫ്റ്റ് ആവും. എന്നിട്ട് അല്ലെങ്കിൽ അവൻ എന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഗൈസ്, പെട്ടെന്ന് പോവാം. ഉമ്മച്ചി അടിച്ച് കിട്ടി. കഴിഞ്ഞ കളി കഴിഞ്ഞു തോന്നുന്നു ഗൈസ്. ഞാൻ ബേസിലോട്ട് ഇമ്പോർട്ട് ആവട്ടെ. നമ്മളെ എരിയണ ഐറ്റം കണ്ട സെറ്റ് ഗൈസ്. കിട്ടി, സൂപ്പർ ഐറ്റം. അവള് ബേക്കറിയിൽ പോയി. അവൻ ബേക്കറിയിൽ പോയി. അവൾ ബേക്കറിയിൽ പോയി. ലെഫ്റ്റായി. പേടിച്ച് ലെഫ്റ്റായി. ബേക്കറി ലെഫ്റ്റായി ഗായ്സ്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന സീക്രട്ട് ഡുള്ളാണ്. അതിൻ്റെ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ 325 1 മില്യൺ പെർ സെക്കൻഡ്. അത്യാവശ്യം അത്രയൊക്കെ അടുപ്പിച്ചാവും. അതുകൊണ്ട് 1 മില്യൺ എന്ന് പറയാം. 1 മില്യൺ പെർ സെക്കൻഡിൻ്റെ സീക്രട്ട് കഴിക്കാൻ പറ്റില്ല. ഇവ എന്തൊരു കളക്റ്റിങ്. അവൻ കളക്റ്റിങ് ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഇത് ഞാൻ എല്ലാ ആൾക്കാരുടെ അടുത്തും PVP കളിക്കും. എന്നെ അടുത്ത നമ്മൾ ബൊണേക്കാമ്പള പോയില്ലേ. ജയിച്ച 2 കിട്ടും. അത് കൊള്ളാം. ജയിച്ച 2 കിട്ടും. കൊള്ളാം. നമ്മളെ ബേസിൻ്റെ സെക്കൻഡ് കൂടി ഗൈസ് 70 എന്നാ റീബർത്ത് ആണില്ല. ഇനി ഞാൻ റീബർത്ത് എന്ന് പറയുന്ന സാധനം തൊടൂല.
ഇതെന്തര് എനിക്ക് 2 എന്തരോ കാണിച്ച്. നമുക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റുമോ? ഇതിനകത്തേറാണ് സ്റ്റീൽ ചെയ്യാൻ പറ്റില്ല ഗൈസ്. എന്തായാലും ഹാപ്പി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 15 മിനിറ്റായി, 5 മിനിറ്റ് കൂടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് PvP കളിച്ച് സീക്രട്ട് ഇട്ടിട്ടുണ്ട്. ഇനി തൊട്ട് സ്റ്റീലെ ബ്രെയിൻ തൊട്ടിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.